കേരളത്തിലെ ബി.എഡ് കോളേജുകളുടെ ഭാവി എന്താണ്? കോളേജുകളിൽ ഇനി ബി.എഡ് കോഴ്സുകൾ ഏത് സ്വഭാവത്തിലാണ് വരാൻ വേണ്ടി പോകുന്നത്? നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമായിരുന്നു ITEP, ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷനുകളും IITകളും അതുപോലെ തന്നെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻസും ഒക്കെ ഈ പറയുന്ന ITEP പ്രോഗ്രാം നടപ്പിലാക്കി കഴിഞ്ഞു. ഓൾറെഡി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലും കാലിക്കറ്റ് NITയിലും ITEP പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? കേരളത്തിലെ B.Ed കോഴ്സുകളും TLD കോഴ്സുകളും ഏത് സ്വഭാവത്തിലാണ് മാറാൻ വേണ്ടി പോകുന്നത്? നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന് വേണ്ടിയിട്ട് ITEP കരിക്കുലം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കേരളത്തിൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രീ പ്രൈമറി സ്വഭാവത്തിലുള്ള എഡ്യൂക്കേഷൻ, പ്രീ സർവീസ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 വർഷത്തെ പ്രീ പ്രൈമറി അതുപോലെ തന്നെ 2 വർഷത്തെ DLD കോഴ്സുകളാണ്, പഴയ TTC കോഴ്സുകളാണ്. ഇനി സെക്കൻഡറി ലെവലിലേക്ക് വരുന്ന സമയത്ത് 2 ഇയർ B.Ed പ്രോഗ്രാമുകളും അതുപോലെ തന്നെ 2 ഇയർ M.Ed പ്രോഗ്രാമുകളുമാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ എല്ലാ സെൻറ്ററുകളിലും ഡയറ്റിൻ്റെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ പറയുന്ന ഡയറ്റിൻ്റെ അണ്ടറിൽ വരുന്ന പ്രീ പ്രൈമറി കോഴ്സുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ സെക്കൻഡറി കോഴ്സുകൾ, B.Ed കോഴ്സുകളും M.Ed കോഴ്സുകളും റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ ഏകദേശം B.Ed കോളേജുകൾ എന്നുള്ള സ്വഭാവത്തിൽ അത് സ്റ്റേറ്റ്, ഗവൺമെൻറ് എയ്ഡഡ് യൂണിവേഴ്സിറ്റി സെൻറ്ററുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളടക്കം ഏകദേശം 158 കോളേജുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇനി എലമെൻ്ററി കോഴ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എലമെൻ്ററി 200-ലധികം ക്യാമ്പസുകൾ, 201 കോളേജുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. എന്താണ് ഈ പറയുന്ന NEP പ്രകാരം സംഭവിക്കാൻ വേണ്ടി പോകുന്നത്? ഇതിൽ പ്രധാനമായിട്ടും സംഭവിക്കാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത്, B.Ed എന്ന് പറയുന്നത് ഡിഗ്രിയുടെ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാമുകളിലേക്ക് പോകുന്നതാണ്. അതിൽ BA B.Ed, BCom B.Ed, BSc B.Ed എന്നുള്ള ഫോർമാറ്റിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ് അതിലുണ്ടാവാൻ പോകുന്ന പ്രധാനമായിട്ടുള്ള മാറ്റം? നിങ്ങൾക്ക് നേരത്തെ ഡിഗ്രി 3 വർഷം കഴിഞ്ഞതിന് ശേഷം 2 വർഷത്തെ B.Ed കൂടി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ഈ ടീച്ചിങ്ങിനുള്ള ക്വാളിഫിക്കേഷൻ ആവുമായിരുന്നുള്ളൂ. ഇനി ഈ പറയുന്ന ഇതിൽ തന്നെ വ്യത്യസ്ത സ്റ്റേജുകളാണ് വരാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് ഈ ITEP കമ്മിറ്റിയിൽ പറയുന്നത്. ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് ഇത് നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഇംപ്ലിക്കേഷൻ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത ഫോർമാറ്റിലേക്കാണ് നിങ്ങളുടെ യോഗ്യത വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ്. യോഗ്യത വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ ഒരു ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നുള്ളതാണ് ഫസ്റ്റ് ലെവൽ ഉണ്ടാവുക എന്നതാണ്. ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത ലെവലിലേക്ക് നിങ്ങൾ കടക്കും എന്നാണ്. ബ്രോഡ് സ്ട്രക്ചർ എന്ന് പറയുന്ന സമയത്ത് 3ാമത്തെ വർഷം നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും, എക്സിറ്റ് ഓപ്ഷൻ ഉണ്ടാവും എന്നതാണ്. ഒരു 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് UG കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതേ ഡിസിപ്ലിനിൽ തന്നെ ഡിഗ്രി ചെയ്ത് പുറത്തിറങ്ങാൻ വേണ്ടി പറ്റുന്ന സാധ്യത ഉണ്ടാവും, അത് മേജർ എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ 4 ഇയർ ITP പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഡിഗ്രിയും B.Edഉം ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെ 2 ബ്രോഡ് പാത്വേസ് ആണ് പ്രധാനമായിട്ടും മുമ്പിലുണ്ടാവുക എന്നുള്ളതാണ്. ITEPയിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജാണ്. ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു പ്രിപ്പറേറ്ററി സ്റ്റേജ് ആയിരിക്കും എന്നതാണ്. നിങ്ങൾക്ക് അംഗനവാടി സെൻറ്ററുകൾ, അതുപോലെ തന്നെ ബാലവികാസ്, അതുപോലെ തന്നെ പ്രീ സ്കൂളിൽ ഗ്രേഡ് 1, 2 ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടാവും എന്നതാണ്. അത് ഈ പറയുന്ന പോലെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള മൾട്ടി ലെവൽ സ്വഭാവത്തിലുള്ള കോഴ്സ് സ്ട്രക്ചർ ആയിരിക്കും അതിലുണ്ടാവുക എന്നതാണ്. ഇനി 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജാണ്. ഫൗണ്ടേഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ പ്രിപ്പറേറ്ററി സ്റ്റേജിലേക്കാണ് കടക്കുന്നത്. അതിൽ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടാവും എന്നുള്ളതാണ്. അതും കുറച്ചുകൂടി പ്ലേ ബേസ്ഡ്, ഡിസ്കവറി, ആക്ടിവിറ്റി ഓറിയൻറ്റഡ് പെഡഗോജിയൊക്കെയാണ് അതിലുണ്ടാവുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെയാണ് അവിടെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടാവുക എന്നതാണ്. ഇനി
അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ITP വിത്ത് മിഡിൽ സ്റ്റേജ് സ്പെഷ്യലൈസേഷൻ ആണ്. മിഡിൽ സ്റ്റേജ് എന്ന് പറയുന്ന സമയത്ത് 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ സ്റ്റുഡൻറ് ടീച്ചർ എഡ്യൂക്കേഷനാണ് അതിൽ പ്രധാനമായിട്ടും നടക്കുക. അതിൽ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റിലേക്ക് വരും. അതിൽ ലാംഗ്വേജ് വരും, മാത്തമാറ്റിക്സ്, ആർട്സ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, സയൻസ്, സോഷ്യൽ സയൻസ് തുടങ്ങിയിട്ടൊക്കെയുള്ള അതുപോലെ വൊക്കേഷണൽ കോഴ്സുകളിലേക്കുള്ള സബ്ജക്റ്റുകൾ അതിൽ പഠിപ്പിക്കും എന്നതാണ്. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റേജ് ആണ്. സെക്കൻഡറി സ്റ്റേജ് 9ാം ക്ലാസ് 10ാം ക്ലാസ് 11 12, അതായത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എന്നുള്ള സ്വഭാവത്തിലാണ്. അതിൽ വ്യത്യസ്ത സബ്ജക്റ്റുകളിലേക്ക് വീണ്ടും കടക്കും. ആർട്സ്, ഫിസിക്കൽ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, മറ്റ് ഇൻ്റർ ഡിസിപ്ലിനറി ഏരിയാസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടറേഷണൽ തിങ്കിങ്, കൊമേഴ്സ്, സയൻസ് തുടങ്ങിയിട്ടുള്ള കോഴ്സുകളിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് BA B.Ed കോഴ്സുകൾ, അതിൽ തന്നെ ഫൗണ്ടേഷൻ പ്രോഗ്രാം, അതിൻ്റെ പ്രിപ്പറേറ്ററി പ്രോഗ്രാം, അതിൻ്റെ മിഡിൽ സ്റ്റേജ് പ്രോഗ്രാം, സെക്കൻഡറി പ്രോഗ്രാം, BSc B.Edനും BCom B.Edനും ഇതേ സ്റ്റേജ് എന്നുള്ള സ്വഭാവത്തിലാണ് വ്യത്യസ്ത സ്ട്രീമുകളായിട്ട് നിങ്ങൾക്ക് ഡിഗ്രി അവാർഡ് ചെയ്യുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് അപ്രിഹെൻഷൻസും ഒരുപാട് സ്വഭാവത്തിലുള്ള കൺഫ്യൂഷൻസും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ ഡിഗ്രി കോഴ്സും B.Edും കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും രണ്ട് സംവിധാനത്തിൽ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ്റെ കീഴിലാണ്, ഒന്ന് കേരള SCERTയുടെ കീഴിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഡിഗ്രിയും B.Edും കൂടി കൊടുക്കാനുള്ള സംവിധാനമുള്ള ക്യാമ്പസുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സ്റ്റാൻഡ് അലോണായി നിൽക്കുന്ന B.Ed സെൻ്ററുകൾക്കൊക്കെ എന്ത് സംഭവിക്കും, അവരുടെ അധ്യാപകരുടെ ഭാവി എന്താണ്, ജോലി, അതുപോലെ തന്നെയുള്ള D.Ed സെൻ്ററുകൾക്ക് എന്ത് സംഭവിക്കും തുടങ്ങിയിട്ടൊക്കെയുള്ള വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകളും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസും അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളും ഒക്കെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായിരുന്നാലും 2030 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEPയുടെ ഒരു ഫുൾ ഫ്ലെഡ്ജ് സ്വഭാവത്തിലേക്ക് എത്തുന്ന സമയത്ത് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ അതിനനുസരിച്ച് നേരത്തെ തന്നെ തയ്യാറെടുക്കുകയും ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും വേണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ വരുന്ന സമയത്ത്, അപ്ഡേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.